ഹലോ നമസ്കാരം. വീണ്ടും നമ്മുടെ ജോർജിയ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടായിസിൽ നിന്ന് മെസ്റ്റിയയ്ക്കാണ് പോകുന്നത്. രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായി നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് പുറത്തിറങ്ങി. രാവിലെ റോഡൊക്കെ കാലിയാണ്, കാര്യമായ ട്രാഫിക്കൊന്നുമില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. കുട്ടായിസിൽ നിന്ന് ആദ്യം നമ്മൾ ഉഷ്കുലിക്ക് പോകും. ഉഷ്കുലി ചെന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു 40 കിലോമീറ്ററോടെ ഉണ്ട് മെസ്റ്റിയയ്ക്ക്. സോ ടോട്ടലി ഒരു 200 കിലോമീറ്റർ കൂടുതലുണ്ട്. ഉഷ്കുലി വഴി പോവുകയാണെങ്കിൽ ദൂരം കുറവുണ്ട്. ആക്ച്വലി മെയിൻ റൂട്ട് വേറൊരു കുറച്ചുകൂടെ ചുറ്റിപ്പോണതാണ്. അത് ഓൾമോസ്റ്റ് 270 കിലോമീറ്റർ മറ്റോ ഉണ്ട്. പക്ഷേ ആ റൂട്ട് എടുക്കുന്നില്ല. ഇതൊരു പുതിയ റൂട്ടാണ്. കഴിഞ്ഞ വർഷം കൊണ്ടൊക്കെയാണ് ഇവിടുത്തെ റോഡ് ഇടയ്ക്കുള്ള ചില സ്ട്രെച്ചുകളൊക്കെ കംപ്ലീറ്റ് ആയെന്ന് വായിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഈ റൂട്ട് കാണിക്കത്തില്ല. മറ്റേ 275 കിലോമീറ്റർ ചുറ്റിപ്പോണ റോഡേ കാണിക്കുള്ളൂ. ഈ ഡയറക്റ്റ് റൂട്ട് കാണണമെങ്കിൽ നമുക്ക് യാൻഡെക്സ് മാപ്പ് ഇടണം. റഷ്യയുടെ യാൻഡെക്സ് മാപ്പിലേ ഈ റൂട്ട് മാപ്പ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് യാൻഡെക്സ് മാപ്പ് ഇടയ്ക്കിട്ടിട്ട് നോക്കിയാണ് പോണത്. ഉഷ്കുലി വരെയുള്ള 160 കിലോമീറ്ററിൽ ആദ്യത്തെ കുറേ ഭാഗം നല്ല വീതിയുള്ള വലിയ റോഡാണ്, കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ തന്നെ പെട്രോൾ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി പോണ വഴിക്ക് റിമോട്ട് ഏരിയ ഒക്കെ ആയതുകൊണ്ട് പെട്രോൾ കാണുന്നൊരു സംശയം. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ഇവിടുന്ന് അടിച്ചു. കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡൊക്കെ ചെറുതായിട്ട് മോശമാകാൻ തുടങ്ങി. ചെറിയ ഗട്ടറൊക്കെ ഉണ്ട്, എന്നാലും വലിയ മോശം പറയാനില്ല. ഇപ്പോൾ റോഡ് വീണ്ടും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചിലയിടത്തൊക്കെ റോഡ് വർക്ക് നടക്കുന്ന കാരണം വീതി അല്പം കുറവാണ്. ഓവറോൾ കുഴപ്പമില്ല, കാരണം വലിയ ട്രാഫിക് ഇല്ല. ഇന്ത്യയിലെ റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ വിശാലമായി കിടക്കുകയാണ്. കാര്യമായ ട്രാഫിക്കൊന്നുമില്ല. വലിയ സ്പീഡിലൊന്നുമല്ല പോകണം. നമ്മളൊരു 60-70 മാക്സിമം പോകുന്നത്. കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള രസമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അതൊക്കെ പോവാണ്. നമ്മളിവിടെ നിർത്തി ഒരു ചെറിയ ചായ കുടിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. കുഴപ്പമില്ല, റോഡ് വലിയ മോശമില്ല, ഇതുവരെ കണ്ടതിൽ കുഴപ്പമില്ല. ചെറിയൊരു ബ്രേക്ക് കൂടെ എടുത്തു. ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തി. കോൾഡ് കോഫി ഉള്ളായിരുന്നു, ഹോട്ടലിലായിരുന്നു. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു കോൾഡ് കോഫി കുടിച്ചു. നല്ലൊരു റിവർ വ്യൂ ആണ്. റിവറിൻ്റെ വ്യൂ അങ്ങോട്ടാണ്, ആ ഡയറക്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് വഴിയിലൊരു ലോക്കൽ ഒരു ജോർജിയൻ വില്ലേജ് ആളെ കണ്ടു. Ushkuli. Прямо Ushkuli. Thank you. Дать кабул. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് നിർത്തി അല്പമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു. ഹൈറ്റ് കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്ര എർഗണോമിക്സ് ശരിയല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കംഫർട്ടബിൾ ആണ്. കുറച്ചൊരു ബാക്ക് പെയിനൊക്കെ ഒന്ന് റിലീവായി കിട്ടും. ഇനി 76 കിലോമീറ്റർ കാണിക്കും. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 160 ഉണ്ടായിരുന്നു. പകുതി കഴിഞ്ഞു. റോഡ് ഇതുവരെ വലിയ മോശമില്ല. ഇടയ്ക്ക് ഒരു 1-2 കിലോമീറ്റർ ശകലം വർക്ക് നടക്കുന്നതല്ലാതെ കാര്യമായ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ വർഷം കണ്ടാണ് ഈ റോഡിൻ്റെ പണി ഇത്ര നന്നായിട്ട് തീർന്നതാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷം കണ്ടാണ് തീർത്തത് ഫുള്ളി. ഇപ്പോൾ ഇടയ്ക്കുള്ള പാച്ചുകളൊക്കെ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടാവുന്നുണ്ട്. ഉഷ്കുലിക്ക് പോകാൻ ഇപ്പോൾ ഇതാണ് ബെറ്റർ റോഡെന്ന് തോന്നുന്നു.
അങ്ങനെ നമ്മൾ ലണ്ടക്കിയിൽ വന്നിരിക്കുകയാണ്. ലണ്ടക്കിയുടെ ഇവിടെ എല്ലാ വില്ലേജിലും ഇങ്ങനെ ഒരു ഏത് ടൗണിലാണെങ്കിലും എൻ്റർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പോലെ ഉണ്ടാക്കി വെച്ചു. നല്ല രസമുണ്ട്, അതൊരു ആൾക്കാർക്കൊരു രസമുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ലണ്ടക്കി വില്ലേജിലെത്തി. ലണ്ടക്കി യൂഷ്വലിക്കുള്ള റൂട്ടിലെ ഏതാണ്ടൊരു മിഡ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലണ്ടക്കി വന്നു. ഇനി ഇവിടുന്ന് വല്ല ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ലണ്ടക്കിയുടെ ചെറിയൊരു വില്ലേജാണ്. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു ചെറിയൊരു ബേക്കറി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് റെഡി ആവാൻ ഒരു 10 മിനിറ്റ് ആവും. അതുകൊണ്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇറങ്ങി. Labani cheese, potato Labani with cheese, Kubdari. ലണ്ടക്കി വില്ലേജാണ്. ലണ്ടക്കിയുടെ വില്ലേജിൻ്റെ നമ്മുടെ കച്ചിയായിട്ട് പോണ വലിയ ലോറിയാണല്ലോ. ചെറിയ മിനി ലോറി, വലിയ ലോറിയല്ല. പശുവൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പശുവിനുള്ള പുല്ല് കച്ചിയിലോടാൻ തോന്നുന്നു. അപ്പോൾ ലണ്ടക്കി വില്ലേജ് വന്നിട്ട് നമ്മൾ ഒരു കാപ്പി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ ഒരു ചൂട് കാപ്പി കിട്ടിയിരുന്നു. മുമ്പേ മേടിച്ചെടുത്ത് മുമ്പേ കയറിയെടുത്തുനിന്ന് കോൾഡ് കോഫിയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ചെറിയൊരു കഫേ, നൈസായിട്ടൊരു കഫേ കണ്ടു. അപ്പോൾ അവിടെ ഒരു കോഫി പറഞ്ഞേക്കുന്നു. അപ്പുറത്തൊരു നോർമൽ ഈറ്ററി ഉണ്ട്. അവിടെ പോയി വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അത് 15 മിനിറ്റ് ആവും ഉണ്ടായി വരണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് അപ്പുറത്തേക്ക് അത് റെഡിയാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടനെത്തി, അമേരിക്കാനോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ലൊബിയാനിയാണ്. ലൊബിയാനി വിത്ത് ചീസ്. റെഡിയായോ എന്ന് ചോദിക്കാം. ഇവിടെ ഉണ്ടാക്കുന്നേ ഉള്ളൂ അവിടെ. ഹലോ, റെഡി? ഓക്കെ, താങ്ക് യു. ലോബിയാനി കിട്ടി. ലോബിയാനി 4 പീസുള്ള വലിയ ഇച്ചിരി വലിപ്പമുണ്ട്. 12 ലാറി, ഏതാണ്ട് 360-370 രൂപ. ഫുള്ള് കഴിക്കാൻ പറ്റുമെന്നറിയില്ല. ഇനി ഫുള്ള് കഴിച്ചില്ലെങ്കിൽ ബാക്കി പാഴ്സലെടുത്തോണ്ട് പോകാം. 4 പീസ് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അകത്തെ സോഫ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പാവം ഒരു പട്ടിയെടുത്ത് കിടപ്പുണ്ട്, അവൻ കഴിക്കുമെന്ന് നോക്കാം. അവനെറിഞ്ഞു കൊടുത്തിട്ട് അവൻ നോക്കുന്ന പോലുമില്ല. നോക്കും, എണീറ്റ്. പക്ഷെ കുഴപ്പമില്ല, അവൻ കഴിക്കുമെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ക്രസ്റ്റ് കാര്യങ്ങളൊക്കെ അവന് കൊടുത്തേക്കാം. പ്രയാണത്തിലാണ്. ഇവിടെയൊക്കെ റോഡ് പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പൊടിയുണ്ട്. പക്ഷെ റോഡ് ലെവലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ടാറിട്ടാൽ മതിയെന്ന് തോന്നുന്നു. ഈ റൂട്ടിലെ പല സ്ഥലങ്ങളും കഴിഞ്ഞ വർഷം കൊണ്ടൊക്കെയാണ് മെയിൻ സ്ട്രെച്ചുകളൊക്കെ കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് റോഡ് കാണുമ്പോൾ തന്നെ അറിയാം പുതിയ കൺസ്ട്രക്ഷനാണ് പല സ്ഥലത്തും. കഴിഞ്ഞ വർഷം കസാക്കിസ്ഥാനിൽ കണ്ട പോലത്തെ ഉവാസിൻ്റെ വണ്ടിയാണ്. പഴയ റഷ്യൻ വർക്ക് ഹോഴ്സാണ്. പഴയകാല റഷ്യൻ വാനുകൾ ഓൾമോസ്റ്റ് ഒരു വിൻറ്റേജ് ടൈപ്പായി ഇപ്പോൾ 30-40 വർഷമൊക്കെ പഴക്കമുള്ള വാനുകളാണ്. ഇവിടെയും പിന്നെ ഈ കസാക്കിസ്ഥാനിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ റൂറൽ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഈ പഴയ വാനുകളാണ് കൂടുതലുള്ളത്. അങ്ങനെ ഫസ്റ്റ് സൈൻ ഓഫ് സ്നോയാണ് അങ്ങ് ദൂരെ മുകളിൽ കാണുന്നത്. അത് ഉഷ്കുലിയാണോ എന്നറിയില്ല. അതിൻ്റെ മുകളിലെങ്ങാണ്ട് ചെറിയൊരു സ്നോ കാണാം.
ആഹാ, നല്ല മനോഹരം. അങ്ങനെ ഐസ് കാണാൻ തുടങ്ങി. മലയിടുക്കുകളിലൊക്കെ സ്നോയോ അതൊരു ചെറിയ ഗ്ലേഷ്യറാണെന്ന് തോന്നുന്നല്ലോ. അപ്പം അങ്ങനെ മുകളിലൊക്കെ മഞ്ഞ് കാണാം. ഐസ് കുറച്ച് കാണാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ ഇടേണ്ടേ ഉള്ളൂ മുകളിലേക്ക്, ഉഷ്കുലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നമുക്ക് ഏതാണ്ടൊരു 20 കിലോമീറ്റർ പോയാൽ മതി എന്നാണ് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ലാതെ വന്ന് ചെറിയൊരു തണുപ്പേ ഉള്ളൂ. ഉച്ചയായതുകൊണ്ട് അത്യാവശ്യം ചൂടുണ്ട്. ജാക്കറ്റ് തൊടേണ്ട കാര്യമില്ല. 2 ടീഷർട്ടെല്ലാം നിൽക്കുന്നത് എപ്പോഴും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ താഴേന്ന് കയറി വന്നത്. ആ കിടക്കുന്ന വഴി കൂടെ ഇങ്ങനെ വന്ന് എന്ത് രസമല്ലേ. ആ വഴി കൂടെ കയറി താഴെ ഇവിടെ ഒരു ബ്രിഡ്ജ്, അതിലേ കയറിയാണ് നമ്മൾ വന്നത്. സൈക്കിളുകാരൊക്കെ ഉണ്ട്. യൂറോപ്യൻസ് സൈക്കിളൊക്കെ ചവിട്ടി കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളിനി 10 കിലോമീറ്ററൂടെ ഉള്ളൂ ഉഷ്കുലിയിലേക്ക്. സൈക്കിളുകാരൊക്കെ ചവിട്ടി കയറി വരുന്നുണ്ട്. യൂറോപ്യൻസ് ആണ്. അപ്പോൾ ഒരു സൈക്കിളുകാരൊക്കെ ചവിട്ടി കയറി വരുന്നുണ്ട്. ഗുഡ്. Where are you from? Sorry? You are from Georgia? Russia? Oh, nice. അപ്പോൾ പുള്ളി ഇങ്ങനെ റഷ്യയിൽ നിന്ന് 20 days സൈക്കിൾ ട്രിപ്പായിട്ട് വന്നേക്കുന്നതാണ്. നൈസ്. How many of you? 2? Oh, good. 20 days സൈക്കിൾ ട്രിപ്പാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ജോർജിയൻ റഷ്യൻ ബോർഡർ ക്രോസ് ചെയ്തിട്ട് വരികയാണ്. പുള്ളിയുടെ ഫ്രണ്ടും വരുന്നുണ്ട് കുറേ കൂടെ. അവർ 2 പേരുണ്ട്. 20 ദിവസത്തെ സൈക്കിൾ ട്രിപ്പായിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. നൈസ്. അങ്ങനെ നമ്മൾ ഉഷ്കുലി എടുക്കാറായി. ഇനി 4-5 കിലോമീറ്ററോടെ ഉള്ളൂ ഉഷ്കുലിക്ക്. യൂറോപ്പിലെ മെഡീവൽ കാലഘട്ടം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഉഷ്കുലി. 2100 മീറ്ററാണ് ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്, ഈ സ്ഥലത്തിന്റെ ആൾട്ടിറ്റ്യൂഡ്. റഷ്യക്ക് വളരെ അടുത്താണിത്. നേരിട്ട് അങ്ങനെ ബോർഡർ ക്രോസിംഗ് ഒന്നും ഇല്ല. പക്ഷേ ഈ മലനിരകൾക്കപ്പുറം റഷ്യയാണ്. റഷ്യയിലേക്ക് കയറുമ്പോഴുള്ള പ്രധാന മൗണ്ടനൊക്കെ ഓൾമോസ്റ്റ് 5000 മീറ്റർ ഹൈറ്റ് ഉള്ളതാണെന്നാണ് പറയുന്നത്. 6 വർഷത്തിൽ 6 മാസവും മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആക്സസിബിൾ അല്ല. ബൈ റോഡ് വരണമെങ്കിൽ 6 മാസം നമ്മുടെ ലഡാക്കിലെ കാര്യം പറഞ്ഞ പോലെ 6 മാസം ആക്സസിബിൾ അല്ല. വിന്ററിലൊക്കെ -20, -25 ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. UN ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഉഷ്കുലി. അങ്ങനെ മെസ്റ്റിയയിലെ സീനുകളാണ്. മെസ്റ്റിയയിലോട്ടെ ഉഷ്കുലി. ഇനി ഇവിടെ നിന്ന് 45 കിലോമീറ്ററോട് പോയാൽ മെസ്റ്റിയ. ഇന്നത്തെ ഹോൾട്ട് അവിടെയാണ്. നമ്മളിവിടെ വന്നു. ഒരു ചെറിയ നൈസ് ഗാർഡൻ ബേക്കറി ആൻഡ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ കയറി ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു ചെറിയ കേക്കും കഴിച്ചു. സോ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ 2-3 പേരെ പരിചയപ്പെട്ടു. അവർ സൈക്ലിസ്റ്റുകളാണ്. 2 പേര് ഹൈക്ക് ചെയ്യുന്നു. കൂടെ നാട്ടുകാരൊരുത്താളെ കണ്ടു. മെസ്റ്റിയയിലെ കല്ലറ അല്ല, ഇവിടുത്തെ ശവക്കല്ലറകളൊക്കെയാണല്ലോ. അതിനകത്ത് ശവക്കല്ലറയ്ക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ വച്ചേക്കുന്നതാണ് ഫാൻ്റെയും വൈൻ ബോട്ടിലൊക്കെ. ഇവിടുത്തെ ഒരു ട്രഡീഷനാണോ വൈൻ ബോട്ടിലൊക്കെ ഇരിപ്പുണ്ടല്ലോ കല്ലറയുടെ കൂടെ. വൈൻ ബോട്ടിലൊക്കെ കാണാം. ഒരു ഓൾഡ് ചർച്ചുണ്ട്. ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ആരുടെ കല്ലറയാന്ന് തോന്നുന്നു, പഴയ ആൾക്കാരുടെ 1935 ഫാമിലി കല്ലറ പോലെ വല്ലതായിരിക്കും. എന്നാലും ഇതെല്ലാം ശവക്കോട്ടയാണ്. ആൾക്കാരെ അടക്കിയേക്കുന്ന സ്ഥലങ്ങളാണ്. ജോർജിയൻ ഓർത്തഡോക്സ് ചർച്ചായിരിക്കും. ഇതൊരു പഴയ ചർച്ചാണല്ലോ, നല്ല പഴക്കമുണ്ട്. ഉഷ്കുലി ലോകത്തിലെ, ഇവിടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴയ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആൾ താമസമുള്ള ഒരു വില്ലേജാണെന്ന് പറയുന്നത്. 3000 വർഷമൊക്കെ പഴക്കമുണ്ട് അത്രേ ഇവിടെ ആൾ താമസമായിട്ട്. ഈ പൊങ്ങി നിൽക്കുന്ന ഗോപുരങ്ങൾ പോലുള്ള ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വാച്ച് ടവർ പോലെയും പണ്ട് കാലത്തൊക്കെ ആരെങ്കിലുമൊക്കെ ആക്രമിക്കാൻ വരികയാണ് രക്ഷപ്പെടാൻ വേണ്ടി മുകളിൽ കയറി ഇരിക്കുന്നതായിരിക്കും വാച്ച് ടവറൊക്കെ പോലെ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഒരു പള്ളിയാണ്.
എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതായിരിക്കുമല്ല. ചർച്ചിൻ്റെ അവിടെ ബാക്ക് സൈഡാണ്. ചർച്ചിൻ്റെ ബാക്കിലെ സീനാണ്. നല്ല രസമാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്യാനാണോ എന്നറിയില്ല. 2 വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. നല്ല വ്യൂ ആണ്. മുകളിൽ സ്നോ ഉണ്ട്. ഗ്ലേഷ്യറിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഉഷ്കുലി village view and the famous Ushkuli village towers. The church വില്ലേജിൻ്റെ വ്യൂ ആണ്. ഗ്ലേഷ്യറിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഹൈക്കിംഗ് റൂട്ടൊക്കെയാന്ന് തോന്നുന്നു. ഇന്ന് പെട്ടെന്നൊരു ക്വിക്ക് ലഞ്ച് പോലെ നമ്മുടെ കിങ്കലി കഴിക്കാമെന്ന് വെച്ചു. കിങ്കലി ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. പിന്നെ അതിൽ നേരം ഇരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അത് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള ഇതാണ് തയ്യാറെടുപ്പാണ്. ഉഷ്കുലി വില്ലേജിനകത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ കിങ്കലിയൊക്കെ കഴിച്ചു. വില്ലേജിനകത്തെ റെസ്റ്റോറൻറ്റുകളും അതും ഇതൊക്കെയാണ്. ഇതൊരു പള്ളിയാണ്. പഴയ കുരിശുപള്ളി പോലെ ചെറിയതാണെന്ന് തോന്നുന്നു. ഉഷ്കുലി ടൂർസ് ഹോട്ടൽ ഗ്രൂപ്പ് കഫേ ഉണ്ട്. ഇല്ല, ബൈക്കേ വേണേൽ വരാം. പക്ഷെ താഴോട്ട് ഇറക്കണമെങ്കിൽ പാടായിരിക്കും. ഇത് ഗസ്റ്റ് ഹൗസാണ്. കഫേ സ്വർണ്ണറ്റി. ഉഷ്കുലി മെസ്റ്റിയ എല്ലാം ഹൈക്കിങ്ങിൻ്റെ നല്ല ഏരിയയാണ്. ഇഷ്ടംപോലെ ട്രക്കിങ്ങിന് ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടുത്തെ മിക്ക ടവറുകളും അബാൻഡൻ്റ് ആണ്. ആൾക്കാരൊക്കെ വീടൊക്കെ വെച്ച് താഴെ താമസിക്കുന്നുണ്ട്. ഒക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാം അങ്ങനെ കൂടുതൽ അബാൻഡൻ്റായിട്ട് കിടക്കുകയാണ്. എന്നാലും ഉണ്ട് അവിടെ എവിടെയല്ല. അപ്പോൾ ഇതാണ് ടവർ. ഇനി പോണ വഴിക്കും ടവറുകളുണ്ട്. മെസ്റ്റിയാലും ഒക്കെ ഈ ടവറസ് ഉണ്ട്. ഉഷ്കുലിയിലെ പഴയ ടവറുകളാണ്. എന്താ പൊക്കം. ഇവരിതിൻ്റെ മുകളിൽ കയറിയിട്ട് മുകളിൽ കയറുന്ന ലാഡർ മുകളിലേക്ക് തന്നെ വലിച്ചു വെക്കുമെന്ന് പറയുന്നത്. പിന്നെ താഴെ നിന്ന് പിന്നെ ഉള്ള വരുന്നവർക്ക് കയറാൻ പാടാവില്ല. ആക്രമിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ. സിനിമ ദേദേന്ന് എഴുതിയേക്കാം. ബൈ മറിയം കച്ചുവാനി. മൂവി ദീദ ഷോയിങ് എവറി ഡേ അറ്റ് 1 PM, 3 PM, 5 PM, 7 PM. നൈസ്. എന്തൊക്കെ രീതിയിലല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്. സിനിമ ദേദേ. Hello. So nice. So you run a cinema every day here? Yes. Good. Upstairs. 3 മണിക്കും 7 മണിക്കും പിന്നെ 9 അല്ല 3, 5, 7, 9 അങ്ങനെ 4 ഷോ ആയിട്ടാണ് ഡെയിലി മൂവി ഓടിക്കുന്നത് ഇവിടെ. ഇതാണ് മൂവി തിയേറ്റർ.
എനിക്ക് തോന്നുന്നു അവർ ഇവിടുത്തെ ലോക്കൽ കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണെന്ന് പറഞ്ഞ് ഏതോ 1.5 മണിക്കൂർ ഏതാണ്ട് ഉള്ള മൂവിയാണ്. അപ്പോൾ ഇവിടെയാണ് ആൾക്കാർക്ക് വന്നിരുന്ന ഒരു ഡിഫറെൻ്റ് വൈബായിരിക്കും അല്ലേ. നമുക്കതിന് സമയമില്ല. 5 മണി വരെ ഇവിടെ നിന്ന് മൂവി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലേറ്റാവും. അതുകൊണ്ട് ജസ്റ്റ് മൂവി കാണിക്കുന്ന സ്ഥലം മാത്രം ഒന്ന് എടുത്തിട്ട് പോയേക്കാം. ഈ ടവറുകൾക്ക് പറയുന്നത് സ്വാൻ ടവർ എന്നാണ്. നമ്മുടെ ഓൾമോസ്റ്റ് മിക്ക ടവറുകളും ഒരു 5 അല്ലെങ്കിൽ 6 നില കെട്ടിടത്തിന്റെ ഹൈറ്റുള്ള ടവറുകളാണ്. ഈ ഉഷ്കുലിയിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്വാൻ ടവേഴ്സ് ഉള്ളത്. ഈ സ്വാനറ്റി, ഇതൊരു സ്വാനറ്റി റീജിയൻ ആണല്ലോ. അപ്പോൾ സ്വാനറ്റി റീജിയനിലെ സ്പെഷ്യാലിറ്റിയാണ് സ്വാൻ ടവേഴ്സ്. വൈകുന്നേരം എത്തിച്ചേരാനുള്ള മെസ്റ്റിയാൽ ഇങ്ങനത്തെ ടവറുകളൊക്കെ കൂടുതലും കാലഹരണപ്പെട്ട് നശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ കൂടുതൽ ആൾക്കാർ ആൾതാമസമൊക്കെ ഉണ്ട്. ഇച്ചിരി വലിയ ടൗൺ പോലെയാണ്. ഉഷ്കുലി ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ കുറേയേറെ ടവറുകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് ഒരു നല്ലൊരു കാഴ്ചയാണ്. ക്യൂൻ തമാറിന്റെ ടവർ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ്. റൂഫെല്ലാം ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ പാകിയ പോലെ ഉണ്ട്. അതിൻ്റെ താഴെ എന്തോ ഷീറ്റുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ കല്ലടിക്കിയേക്കോ. ഈ ടവറിൻ്റെ മുകളിൽ പോകാമെന്നാണ് പറയുന്നത്, കയറാമെന്നാണ് പറയുന്നത്. നോക്കി വെച്ചാൽ ഇങ്ങനെയാണ് മുകളിൽ കയറുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പില്ല. ഇവിടം വരെ കയറാവുള്ളൂ എന്ന് തോന്നുന്നു. ഇതാ ലാസ്റ്റ് ഫ്ലോർ. അവിടെ കയറിയാലും അപ്പുറത്തേക്കൂടെ അപ്പുറത്തേക്ക് നോക്കാനേ പറ്റുള്ളൂ. ഇവിടെ ഇനിയിപ്പോൾ താഴോട്ടിറങ്ങി ഇതിൻ്റെ താഴത്തെ ലെവലിലൊരു പുറത്തേക്ക് ഇറങ്ങുന്ന ബാൽക്കണി പോലെ ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ പോയി നോക്കാം. ഈ ഏണിയാണ്, സൂക്ഷിച്ചിറങ്ങണം. നല്ല ഗ്യാപ്പ് ഉള്ള പടികളാണ്. സൂക്ഷിച്ച് കാലം വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇനി ആ വഴിയാണ് പോകേണ്ടത് നമുക്ക്. മെസ്റ്റിയയിലേക്കുള്ള വഴി എവിടെയാണ്? ഇവിടെ മുഴുവൻ ഇങ്ങനെ ഇഷ്ടംപോലെ പഴയ ടവറുകളുണ്ട്. നദി ഒഴുകുന്നു. അപ്പം നമ്മൾ ഉഷ്കുലിയിൽ നിന്ന് മെസ്റ്റിയയിലേക്കുള്ള റോഡിലായിപ്പോൾ. നല്ല വെയില, അതുകൊണ്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പതുക്കെ യാത്ര തിരിച്ചു. ഇനി ഒരു 42 കിലോമീറ്റർ പോകാനുണ്ട് മെസ്റ്റിയായി ചെല്ലണമെങ്കിൽ. മെസ്റ്റിയയിലാണ് ഇന്നത്തെ ഹോൾട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു ചായ കിട്ടുമെന്നറിയാൻ വേണ്ടി നിർത്തി നോക്കിയതാണ്, പക്ഷേ ചെറിയ കട തുറന്നിട്ടില്ല, കൂട്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തൽക്കാലം വിടാം. ഇനി 30 കിലോമീറ്ററൂടെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ അഡ്രസ്സിലേക്ക്. നേരത്തെ നമ്മൾ കണ്ട പോലെ ഇവിടുന്ന് ധാരാളം പേര് റഷ്യക്കാരും ഒക്കെ സൈക്കിൾ ചവിട്ടാൻ വരുന്നൊരു സ്ഥലമാണ്. 41 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറെടുത്ത് എടുക്കുമെന്ന് തോന്നുന്നു. കാരണം റോഡ് കുഴപ്പമില്ല, എന്നാലും ചിലയിടത്തൊക്കെ റോഡ് കുറച്ച് മോശമുണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും നമുക്ക് സമയമുണ്ട്. ഈവനിങ് ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് ചെല്ലാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ റോഡിലും അങ്ങനെ കാര്യമായ ട്രാഫിക്കൊന്നുമില്ല. മെസ്റ്റിയായി ചെന്നിട്ട് നാളത്തെ പ്ലാൻ അവിടെ ചെറിയൊരു ഹൈക്കിന് പോകാന്നുള്ളതാണ്. ലേക്ക് ഉണ്ട് മുകളിലൊരു മൗണ്ടൻ്റെ മുകളിൽ. അപ്പം അങ്ങോട്ടുള്ളൊരു 1 ഡേ ഹൈക്കുണ്ട്. അപ്പോൾ നാളെ അതിന് പോകാന്നുള്ള ഐഡിയയിലാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ ഹോൾട്ട്, നാളെ നൈറ്റോടെ മെസ്റ്റിയയിൽ നിന്നിട്ട് നാളെ കഴിഞ്ഞ് രാവിലെ തിരിച്ച് നമ്മൾ ടിബിലിസിക്ക് പോകുന്നുള്ള ഒരു ഐഡിയയിലാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് നമ്മളുടെ ഒരു ഫ്രണ്ടും ഈ സമയത്ത് ജോർജിയയിൽ വരുന്നുണ്ട്. അപ്പോൾ നാളത്തെ ഹൈക്കിന് അതുകൊണ്ട് 2 പേരോട് ഒന്നിച്ച് പോകാനുള്ള കണക്കൂട്ടിലിരിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ ഫ്രണ്ട് തിബിലിസിയിൽ നിന്ന് മെസ്റ്റിയയിൽ വരും. അപ്പോൾ നാളെ ഒന്നിച്ചൊരു ഹൈക്ക് നടത്തിയിട്ട് നമ്മൾ നേരെ തിരിച്ച് തിബിലിസിക്ക് ബൈക്കിൽ പോകണു. ഫ്രണ്ട് പിന്നെ ഒരാഴ്ച ഇവിടെ ട്രക്കിങ്ങാണ്. ഈ മെസ്റ്റിയയിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട ഉഷ്കുലിക്ക് ട്രക്കിംഗ് റൂട്ടുണ്ട്. ഒരു 4 ദിവസം കൊണ്ട് പോകാവുന്ന ട്രക്കിംഗ് റൂട്ടുണ്ട് റോഡിൽ കൂടെ. അല്ലാതെ മൗണ്ടൻസും ചെറിയ വില്ലേജുകളും ഒക്കെ പാസ് ചെയ്ത്, അപ്പോൾ ആ റൂട്ട് എടുത്തൊരു 4 ദിവസം കൊണ്ട് ഫ്രണ്ട് ഹൈക്ക് ചെയ്ത് ഉഷ്കുലിക്ക് പോകാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു ഹോം സ്റ്റേ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് തന്നെ പോയി. ആണ് നമ്മുടെ ഹോം സ്റ്റേയുടെ സ്ഥലം. ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്
ലഗേജൊക്കെ അൺലോഡ് ചെയ്തൊന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇത് മെയിൻ മെസ്റ്റിയയുടെ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറിയാണ് ഈ ഹോം സ്റ്റേ. ബൈക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈവനിങ് തിരിച്ച് വീണ്ടും ഒന്നുകൂടെ സിറ്റി സെൻറ്ററിലേക്ക് പോയിട്ട് ഫ്രണ്ടിനെയും പിക്ക് ചെയ്തു. ഇവിടുത്തെ ലോക്കൽ ഡ്രിങ്കാണ്, വാറ്റ് സാധനമാണ്. ഇങ്ങനെ കുപ്പിക്കകത്ത് ഒഴിച്ച് ഇങ്ങനെ മേടിക്കാം. പരക്കുപ്പി നമ്മൾ മേടിച്ചു, ഷോട്ട് അടിക്കുന്ന പറഞ്ഞാണ്. നല്ല സംഗതി കൊള്ളാം അല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയായി. എല്ലാ ഹോട്ടൽസ് എല്ലാം കൂടുതലും സിറ്റി സെൻറ്ററിനടുത്താണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ബൈക്കിൽ അങ്ങോട്ട് തന്നെ പോയി ഡിന്നറിനിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഓരോ ഗ്ലാസ് വൈനും ഡിന്നറും ഒക്കെ കഴിച്ച് നേരത്തെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് മെസ്റ്റിയ കാഴ്ചകൾ. യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ മൗണ്ടൻ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.